ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോക ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ രക്തക്കറ തങ്ങളുടെ കൈകളിലും പുരണ്ടിട്ടുണ്ട് എന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. കമ്പനിയുടെ AI സേവനങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യത്തിന് നൽകിയാണ് ആളുകളെ തെരഞ്ഞുപിടിച്ചു കൊല്ലാൻ മൈക്രോസോഫ്റ്റ് കൂട്ടുന്നത്. ലോകം മുഴുവൻ ഞെട്ടലോടെ ശ്രമിച്ച ആ വെളിപ്പെടുത്തലിന് പിന്നാലെ താൻ ജോലി ചെയ്തിരുന്ന മൈക്രോസോഫ്റ്റിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തിയ ഒരു ഇന്ത്യൻ വനിതയുണ്ടായിരുന്നു. തൻ്റെ ജോലിയും കരിയറും ഒരുപക്ഷെ ജീവൻ പോലും അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും വംശഹത്യക്ക് കൂട്ടുനിൽക്കാൻ കഴിയാത്ത മനസാക്ഷിയുള്ള ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഗസ വിഷയത്തിൽ വാനോളം പാടിപ്പുകഴ്ത്തേണ്ട ഒരു പേര്, വാനിയ അഗർവാൾ. മൈക്രോസോഫ്റ്റിന്റെ ഇസ്രായേൽ ചങ്ങാത്തത്തിനെതിരെ കമ്പനി സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ വെച്ച് വാനിയ അഗർവാൾ പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ലോകമാകെ പ്രചരിച്ചു. തുടർന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടേതുൾപ്പെടെ രക്തക്കറയുള്ള ഒരു കമ്പനിയുടെ ജോലി വേണ്ടെന്ന് വെച്ച് രാജിക്കത്തയച്ച വാനിയെ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ അവിടം കൊണ്ടും തീരുന്നില്ല വാനിയ അഗർവാളിന്റെ മൈക്രോസോഫ്റ്റിനെതിരായ പോരാട്ടം. ഇപ്പോഴിതാ മെയ് 19 US നഗരമായ സിയാറ്റിലിൽ ആരംഭിച്ച മൈക്രോസോഫ്റ്റിന്റെ ബിൽഡ് 2025 എന്ന കോൺഫറൻസിൽ അവർ പ്രതിഷേധത്തിന്റെ അലയൊലികൾ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ലോകം മുഴുവൻ ആ പ്രതിഷേധം കാണുകയും ചെയ്യുന്നു. തുടർച്ചയായി 3 ദിവസമാണ് വാനിയ അഗർവാളിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവുമായി മൈക്രോസോഫ്റ്റ് $133 മില്യൺ കരാറിൽ ഏർപ്പെട്ടതിനെതിരെയാണ് ജീവനക്കാർക്കിടയിൽ ആദ്യം പ്രതിഷേധമുയർന്നത്. ഏപ്രിൽ 4 ഇതിനെതിരായ വാനിയ അഗർവാൾ പ്രതിഷേധമുയർത്തിയതും പിന്നീട് രാജിവെച്ചതും. ലോകം മുഴുവൻ ശ്രദ്ധിച്ച മൈക്രോസോഫ്റ്റിന്റെ 50ാം വാർഷികാഘോഷങ്ങൾ നടക്കുന്ന വേദിയിലാണ് അന്ന് വാനിയയുടെ പ്രതിഷേധം അരങ്ങേറിയത്. 50,000 പലസ്തീനികളെ മൈക്രോസോഫ്റ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊലപ്പെടുത്തി. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ധൈര്യം വരുന്നു? ആ മനുഷ്യരുടെ രക്തത്തിൽ ആഘോഷം നടത്തുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുക എന്നാണ് അന്ന് വാനിയ സദസ്സിൽ നിന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങൾ ആകെ പ്രചരിച്ചു. ലോകം മുഴുവൻ ഈ സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചു. ഈ പ്രതിഷേധത്തിന് പിന്നാലെ അവർ കമ്പനിക്കും മൈക്രോസോഫ്റ്റിലെ സഹപ്രവർത്തകർക്കും ഇമെയിൽ അയച്ചിരുന്നു. കമ്പനിക്ക് അയച്ച രാജിക്കത്തിൽ പലസ്തീൻ ജനതയ്ക്കെതിരായ സൈനിക നീക്കത്തിന് സജീവ പിന്തുണ നൽകുന്നതിനെ വാനിയ അഗർവാൾ അപലപിച്ചിരുന്നു. ഗസയിൽ മാരകവും വിനാശകരവുമായ ആക്രമണം നടത്താൻ മൈക്രോസോഫ്റ്റ് ക്ലൗഡും AIയും ഇസ്രായേൽ സൈന്യത്തെ സഹായിക്കുന്നെന്ന് വാനിയ അഗർവാൾ കമ്പനിക്കും സഹപ്രവർത്തകർക്കും അയച്ച ഇമെയിലിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം കമ്പനിയുടെ AI അസൂർ ക്ലൗഡ് സേവനങ്ങൾ ഗസ വംശഹത്യക്ക് ഉപയോഗിച്ചതായി കമ്പനി തന്നെ വെളിപ്പെടുത്തിയത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച മൈക്രോസോഫ്റ്റിന്റെ ബിൽഡ് 2025 കോൺഫറൻസിൽ 3 ദിവസവും പ്രതിഷേധങ്ങൾക്ക് വംശഹത്യ വിരുദ്ധ ടെക്കി കൂട്ടായ്മയായ നോ അസ്യൂർ ഫോർ അപ്പാർത്തൈഡുമായി ചേർന്ന് വാനിയ നേതൃത്വം നൽകിയത്. കമ്പനിക്ക് അകത്തും പുറത്തുമുള്ള ടെക്കികൾ മൈക്രോസോഫ്റ്റിനെതിരെ പരസ്യമായും രഹസ്യമായും പ്രതിഷേധമുയർത്തുകയാണ്. കമ്പനിയുടെ ഇസ്രായേൽ ചങ്ങാത്തം അംഗീകരിക്കാൻ മനസ്സിലാത്തവർ ഏറെയാണ്. ഇതേ കോൺഫറൻസിൽ മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ലെ വേദിയിലെത്തിയതിന് തൊട്ടുപിന്നാലെ ഒരു ജീവനക്കാരൻ ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കി പ്രസംഗം തടസ്സപ്പെടുത്തിയ സംഭവമുണ്ടായി. മെയ് 19 സത്യ നദല്ലെക്കെതിരെ പ്രതിഷേധമുയർന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസമായ മെയ് 20 മൈക്രോസോഫ്റ്റ് എക്സിക്യൂട്ടീവ് ജയ് പരീഖിന്റെ മുഖ്യപ്രഭാഷണം ഒരു പലസ്തീൻ ടെക് ജീവനക്കാരൻ തടസ്സപ്പെടുത്തിയ കാഴ്ചയും ലോകം കണ്ടു. തൊട്ടടുത്ത ദിവസം മെയ് 21 മൈക്രോസോഫ്റ്റ് ജീവനക്കാരിയായ ഹൊസാം നാസറും പ്രതിഷേധമുയർത്തി. മൈക്രോസോഫ്റ്റിന്റെ AI സെക്യൂരിറ്റി ഹെഡ് നദ ഹൈബി സംസാരിക്കുന്നതിനിടെയാണ് അവർ വാനിയ അഗർവാളിനൊപ്പം ചേർന്ന് പ്രതിഷേധമുയർത്തിയത്. അതേസമയം ഇന്നലെ കൊല്ലപ്പെട്ട 76 പേരുൾപ്പെടെ 53,822 പലസ്തീനികൾക്കാണ് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. 1,22,382 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഓരോ ദിനം പിന്നിടുമ്പോഴും കര വഴിയും വ്യോമമാർഗത്തിലൂടെയും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി keeps everybody happy.